പെങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല 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 ഇല്ല, ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. ഇതങ്ങനെ വിട്ടുകൊടുക്കല്ല ഞാൻ. മാസം 6 മാസമായി. ചേട്ടാ, നമ്മുടെ വീട്ടിൽ അവൻ താമസിക്കുവല്ലേ, എന്തായാലും എപ്പോഴാണെങ്കിലും പൈസ തരുമല്ലോ. പെങ്ങളെ അതല്ല, നമ്മൾ ഒരാളിന് വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ നമ്മളൊരു വാടക ഉടമ്പടി കരാർ എഴുതാറുണ്ട്. അപ്പൊ അതിൽ എഴുതാറുണ്ട് ഇത്രാം തീയതി ഇത്ര ദിവസം ഇന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് വാടക തരാമെന്ന്. ഇതിപ്പോ മുടങ്ങിയിട്ട് 6 മാസമായി. അങ്ങനെ അവനെ വിടാൻ പറ്റില്ല. വിടണ്ട ചേട്ടാ. ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മുടെ വീട് കഴിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുമ്പോ കുറെ നാൾ കഴിയുമ്പോ അവന്റെ വീടായിട്ട് തോന്നും, സ്വന്തം വീടായിട്ട് തോന്നും. അതുകൊണ്ട് അത് വേണ്ട. ഇന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാനിന്ന് അവനോട് ചോദിക്കും. സതീഷിനെ വിളിക്കണം. വാടക തന്നില്ല. അവൻ അവിടെ രാവിലെ ആങ്ങളെയും പെങ്ങളെയും കൂടെ എന്തൊരു ഗൂഢാലോചന. ഞങ്ങളെ ഒരു അലവിലാതിയെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആരത്? അതായത് ഒരു അലവിലാതി ഞങ്ങൾക്ക് കുറച്ച് കാശ് തരാനുണ്ട്. പിടിച്ചു വാങ്ങണം. 6 മാസമായിട്ട് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തു. അവിടെ ഒരു താമസിക്കുന്ന അലവിലാതി 6 മാസമായിട്ട് വാടക തരാന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവനോട് നമ്മൾ ആ കാശ് ചോദിക്കണ്ടേ വേണ്ടേ? ചോദിക്കണം. എന്നാ ചോദിക്കണേ. അലവിലാതി കാശ് എടുക്ക്, വാടക എടുക്ക്. അല്ല, അതെ, പുള്ളിയുടെ വിഷമവും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ത് വിഷമം? നിങ്ങൾക്കറിയാലോ, ഞാൻ ജോലി ചെയ്യുന്ന ബേക്കറിയിൽ നിന്ന് എനിക്ക് 6 മാസമായി ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം തരാത്തടത്ത് എന്തിനാ നീ ജോലി ചെയ്യുന്നത്? ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ ആ മുതലാളി എന്നിട്ട് പറ്റിക്കുകയാണ്. അങ്ങനെ പറ്റിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നീ ജോലി ചെയ്യരുത്. നീ ജോലി ചെയ്താൽ നിന്റെ കൂലി കൃത്യമായിട്ട് വാങ്ങണം. അതിനുള്ള മിടുക്ക് നിനക്ക് വേണം. നിനക്ക് പറ്റൂലെങ്കിൽ ഞാൻ വാങ്ങി തരാം. പറയേ, ഞാൻ വാങ്ങി തരണോ? വേണ്ട, ഞാൻ ചോദിക്കാം. വിളിച്ച് ചോദിച്ചിട്ട് അവന്റെ നിന്ന് ശമ്പളം തരണം. ശമ്പളം വാങ്ങിച്ചിട്ട് എനിക്ക് വാടക ഇന്ന് കിട്ടണം. കിട്ടണം. കുട്ടാ, സതീശ കണ്ണ പറയടാ, എന്തടാ? മുതലാളി, എനിക്ക് ഒരു 6 മാസം ശമ്പളം തരാണ്ടല്ലോ. അയ്യോ, 6 മാസത്തെ ശമ്പളം തരാണ്ടാന്ന് നിനക്ക് ഞാൻ 6 മാസമായി മുതലാളി എനിക്ക് ശമ്പളം തന്നിട്ട്. എടാ, സത്യം പറഞ്ഞ കുട്ടാ സതീശ, നീ ഇന്നലെ വന്ന പോലെയാണ് എനിക്ക് തോന്നണത്. മുതലാളി എനിക്ക് ശമ്പളം തരാണ്ടോ ഇന്നലെ വന്ന പോലെ തോന്നും. എനിക്ക് ശമ്പളം കിട്ടാനുള്ളതുകൊണ്ട് എനിക്കറിയാം 6 മാസമായിട്ട് മുതലാളി എനിക്ക് ശമ്പളം തരണില്ല. കുട്ടാ സതീശ കണ്ണ്, അണ്ണന് ഇച്ചിരി ടൈറ്റ് ആയോണ്ടല്ലോടാ അണ്ണൻ തരാത്തത്. മുതലാളി, ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥ എന്നെ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോയി. മുതലാളി ചീത്ത വിളിച്ച് നീ തിരിച്ച് ചീത്ത വിളിക്കടാ. നിനക്ക് പറ്റൂലെങ്കിൽ ഞാൻ വന്ന് ചീത്ത വിളിക്കാടാ, അല്ലെങ്കിൽ 2 അടി കൊടുക്കടാ. കേസ് ഞാൻ പറയടാ. അത് പറ്റൂല മുതലാളി. എനിക്ക് ശമ്പളം താ മുതലാളി. എപ്പോ ശമ്പളം തരുമെന്ന് പറ. ശമ്പളം എടാ അണ്ണ ഇച്ചിരി ടൈറ്റ് ആണ്. എന്നാലും ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ 6 മാസത്തെ ശമ്പളമാണ് തരാനുള്ളത് അല്ലേ? 6 മാസത്തെ ശമ്പളം നിനക്ക് ഞാനൊരു 7 മാസം കഴിയുമ്പോ 3 മാസം കഴിഞ്ഞ് തരാം. ഓക്കെ? എന്തായിരുന്നു? എടാ, 6 മാസത്തെ കുടിശ്ശികയുണ്ടല്ലോ. അപ്പൊ 6 മാസത്തെ നിന്റെ ശമ്പളം 7 മാസം കഴിയുമ്പോ 3 മാസം കഴിഞ്ഞ് ഞാൻ തരാം. ഓക്കെ? 3 മാസം കഴിയുമ്പോ തരുമല്ലോ. തരും. അണ്ണൻ വാക്കുറഞ്ഞ വാക്കാണ്. തരും. പറയാം. ശമ്പളം ചോദിച്ചു. എന്ത് പറഞ്ഞു? തരാന്ന് പറഞ്ഞു. എപ്പ തരും? അതായത് എപ്പ തരും അയാള്? അതായത് 6 മാസത്തെ ശമ്പളം 7 മാസം ആവുമ്പോ 3 മാസം കഴിഞ്ഞ് തരാം. തരുവോ? പക്ഷേ അപ്പ കിട്ടുമ്പോ എന്റെ വാടക കുടിശ്ശിക ആദ്യം തന്നിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ പിതമാറിഞ്ഞാ ഇന്ന് ഫുൾ ഇളവിയൊക്കെയാണല്ലോ. എനിക്കറിയാൻ പാടില്ല. എടാ, രാവിലെ ഉണ്ടാക്കിയ പുകിൽ എന്താന്നറിയോ? എന്തോന്ന്? അടുക്കളയിൽ വന്നിട്ട് എന്നോട് പറയാ ദോശക്കല്ലില് പുട്ട് ഒഴുങ്ങി തരാൻ. എന്തായിരുന്നു? ദോശക്കല്ലില് പുട്ട് ഒഴുങ്ങി തരാൻ. ഞാൻ പറഞ്ഞില്ല, ഇത് ഫുൾ ഇളവിയൊക്കെയാണ്. സത്യമായിട്ട് പണ്ട് ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാ കൂടിയത്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് പറയാനല്ലേ ഞാൻ വന്നത്. ഞാൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഡോക്ടർ എന്നൊന്നും പറഞ്ഞേക്കല്ലേ, സമ്മതിക്കത്തില്ല. അതൊക്കെ എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത് ഒരു ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ്. ബ്യൂട്ടീഷ്യനായിട്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫേഷ്യൽ ചെയ്യണം, ത്രെഡ് ചെയ്യണം, പിന്നെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. എന്റെ പൊന്ന്, ആദ്യം ഓമനക്കുട്ട ഒന്ന് സ്ട്രെയിറ്റ് ആവട്ടെ, എന്നിട്ട് ഈ മുടി സ്ട്രെയിറ്റ് ചെയ്യാം. പിന്നെ ഡോക്ടർ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഓമനക്കുട്ടനെ 1 മണിക്കൂർ ഡോക്ടറിനോടൊപ്പം വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറാ? വേണമെങ്കിൽ 1/2 മണിക്കൂർ വിട്ടുകൊടുത്തേക്കാം. 1 മണിക്കൂർ തോന്നിയതായിരിക്കും, 1.5 മണിക്കൂർ എന്നായിരിക്കും പറഞ്ഞത്. ഓക്കെ, ഡോക്ടർ വരട്ടെ.
എന്തോന്നത് വെള്ളത്തിൽ ചാടാൻ പോണ തവളെ? തവളയല്ല. ഇത് നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പം എൻട്രിക്ക് ഒരു പഞ്ച് വേണം. അങ്ങനെ ഞാൻ പഞ്ച് ചെയ്ത് സ്ലോ മോഷന് വന്നതല്ലേ? സ്ലോ മോഷനിൽ വരെ ഇവിടെ കാണാൻ ആൾക്കാരൊന്നും ഇല്ല. അത് തന്നെയാണ് ഞാനും നിന്റെ അടുത്ത് ചോദിക്കുന്നത്. നീ എന്തിനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ വരുമ്പോ താലപ്പൊലിയും പിടിച്ച് പെണ്ണുങ്ങളുടെ ബഹളമായിരിക്കും പറഞ്ഞിട്ട് ഒറ്റ എണ്ണത്തിൽ ഒരു പട്ടിയെ പോലും കാണാനില്ലല്ലടാ? കുഴപ്പമില്ല ഡോക്ടർ, ക്ഷമിക്കും, ഞാൻ വിളിച്ചിറക്കാം. വിളിച്ചിറക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ എൻട്രി വരാം. പോയിട്ട് വാ. ഞാൻ പറയുമ്പോഴേ നീ വിളിക്കാവൂ. പഞ്ചില്. ഓക്കെ പഞ്ചിൽ പറയണേ. വിളിച്ചോ. ഹലോ. പട്ടി അടിച്ചു വലിച്ചോണ്ട് പോകും. പട്ടി വിട്ട്. നിന്നോട് ആരെ വിളിച്ചു വരുത്താൻ ഞാൻ പറഞ്ഞത്? ഡോക്ടറല്ലേ പറഞ്ഞു ഇവിടെ ഒരു പട്ടി ഇല്ലെന്ന്. അപ്പൊ തൊട്ട് ജാഥയ്ക്കുള്ള പട്ടിയുണ്ട്. ഞാൻ വിചാരിച്ച ആ വലിയ പട്ടി ഇപ്പൊ എടുത്തോണ്ട് പോകുന്നു. ഇറങ്ങി വന്നാണ്. ഞാനിവിടെ സൈക്യാട്രിസ്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാനിവിടെ ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ് വന്നത്. ഇന്നലെ പറഞ്ഞത് നമ്മൾ. അപ്പൊ അത് കണ്ടുപോണം പെരുമാറും. ഇങ്ങോട്ട് മാറി ഞാൻ വിളിക്കാം. മിസ്റ്റർ ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. അന്തേടാ എക്കോ. എക്കോ വേണ്ട, ശമ്പളം കട്ട്. ഓമനക്കുട്ടൻ. നിങ്ങൾ കാണാൻ വന്ന ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ മരിച്ചോ? ഞാൻ തന്നെയാണ്. ഐ ആം ഓമനക്കുട്ടൻ. ഹലോ, ഐ ആം ഡോഗ് ബ്യൂട്ടീഷ്യൻ. ഡോഗ് ബ്യൂട്ടീഷ്യൻ അല്ല, ഡോഗ് കടിച്ച ബ്യൂട്ടീഷ്യൻ. യാദൃശ്യമായി ഓ, സംഭവം. എന്റെ പെങ്ങള് പറഞ്ഞത് അതെ. നിങ്ങളാണ് വരൂന്ന് പറഞ്ഞത്. അതെ, ഞാനാണ് വരുന്നത്. ബ്യൂട്ടീഷ്യൻ. അല്ല, ഇവിടെ നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നത്. തലയ്ക്ക് സ്വാധീനം നിന്റെ തമ്പയ്ക്ക്. രാവിലെ മാമൻ കെട്ടും പൊട്ടിച്ചോണ്ട് പോണുണ്ട്. ഇങ്ങനെ എങ്ങനെ അറിഞ്ഞടാ അത്? അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞതാ. വേറൊരു രോഗിയുടെ കാര്യം പറഞ്ഞതാ. നിങ്ങൾ വന്ന കാര്യം പറയൂ. അല്ല, നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ എന്തിനാ വന്നേ? അല്ല, നിങ്ങളുടെ ഈ തലയിൽ എന്തോ താരനോ പേനോ അങ്ങനെ എന്തോ? ഉണ്ട്. എന്റെ തലയില് കുറച്ച് മുടി പൊഴിച്ചിലുണ്ട്, താരനുണ്ട്, ചൊറിയുണ്ട്, കുരുക്കളുണ്ട്. എന്ത് കുരുക്കൊണ്ടായിരുന്നു ഞാൻ അയച്ച് ഞാൻ വിട്ടിരിക്കും. എന്നിട്ടാണ് നാട്ടുകാർ കെട്ടിയിട്ടിട്ട് കുരുക്കഴിക്കാൻ 4 ദിവസം എടുത്തത്. അതല്ല അല്ല, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു ചികിത്സയ്ക്ക് പോയായിരുന്നു. അവിടെ ചെന്നപ്പോ ആ രോഗി ഇങ്ങനെ തലമുടി കെട്ടിവെച്ച് കുരുക്കായി പോയി. ഞാൻ എന്തോ ഒരു റിസ്ക് എടുത്തു. അപ്പോ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ തലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചിരിക്കും. അതായത് നിങ്ങളുടെ തലയിൽ ഉണ്ടാക്കുന്ന തലമുടി കൊഴിച്ചിൽ, തലമുടി വളരൽ, കൈവെള്ളയിൽ രോമം കിളിർക്കൽ, ഈര്, പേന്, പെഞ്ചിപ്പ്. ആവി കൊടുക്കണ്ട, ചൂട് കൊടുക്കണ്ട, സകലം എണ്ണ കയ്യിൽ തേച്ച് പിടിപ്പിച്ച് വേദനയുള്ള ഭാഗത്ത് അമർത്തി തിരുമിയ മതി. തൊട്ടാൽ പറക്കുമേ വാദവേദന ഒട്ടുമേ. കടന്നു വരൂ സുഹൃത്തുക്കളെ. സാമ്പിൾ സൗജന്യമാണ്. കടന്നു വരൂ സുഹൃത്തുക്കളെ. സാമ്പിൾ സൗജന്യമാണ്. ഇതെവിടെയോ കേട്ടിട്ടുണ്ട്. കേൾക്കാൻ വഴിയില്ല. ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് നമ്മൾ പുതിയൊരു എണ്ണ ഉണ്ടാക്കി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങളുടെ ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ ഉപകരണം ഉപയോഗിച്ചാൽ മതി, സകല വിഷമങ്ങളും മാറി കിട്ടും. അതെ, കുറച്ച് തിരക്കുണ്ട്. അതായത് നമ്മൾ സംഗീതത്തിലൂടെയാണ് അസുഖം മാറ്റുന്നത്. അതെ അതെ. ആദ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സാധനം ഇങ്ങനെ ചെവിയിലേക്ക് പതുക്കെ വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മളിത് ഈ സാധനം ഇങ്ങനെ കണിക്ക് പിടിക്കും. ഇങ്ങനെ എന്നിട്ട് അയ്യോ വെസ്റ്റേൺ മ്യൂസിക് ആണ് കേട്ടതല്ലേ? അതെ, ഡാൻസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നല്ല എന്റെ ടെൻഷൻ മൊത്തം പോയി കിട്ടും. പോയല്ലേ? അതെ, ബ്യൂട്ടീഷ്യൻ അല്ലേ? ഇവിടെ വന്നേ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളല്ലേ പറഞ്ഞു ഇയാളുടെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന്? ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ചോദിച്ചതിനൊക്കെ മണിമണിയായിട്ടാണ് ഉത്തരം പറയുന്നത്. അയ്യോ, അതൊക്കെ പറയും. ഞാൻ വേറൊരാളെ വിളിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എടാ സതീശ, ഇങ്ങോട്ട് വന്നേ. അതെ, കുറച്ച് തിരക്കുണ്ട് നീ. അതെ, ചേട്ടനോട് മറ്റേ കാര്യം ഒന്ന് ചോദിച്ചേ. വാടക പൈസ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അങ്ങനെ കണ്ണ ശമ്പളം ഞാൻ തരണം. വാടക ഇറക്കി വിടുന്നില്ല. ശമ്പളം തരാട കണ്ണ. ഞാൻ വാടക തന്നില്ല. ശമ്പളം തരാട കണ്ണ. വാടക വാടക ശമ്പളം വാടക ശമ്പളം. രജനിയ പാത്രക്ക്, കമല പാത്രക്ക്, ശിവാജിയ പാത്രക്ക് ഈ മാതിരി ഒരു നടുകളുള്ള പാത്രതേ ഇല്ലടാ. ഞാൻ പറയാനുള്ളതല്ലേ? ആര് പറഞ്ഞാലും ടൈമിംഗ് പറയണം, എന്നാലേ ഏക്കുള്ളൂ. അതെ, ഒന്നുമില്ല. എല്ലാം ഞാൻ ശരിയായിക്കോളാം. ഒന്നുമില്ല. നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. ആദ്യം നിങ്ങളൊന്ന് ഫ്രീ ആവണം. ഇന്ന് പറ്റില്ല.
അതെന്താ? ഇന്ന് ഞാൻ എന്റെ പെങ്ങളെ കൂടെ ഏണിപ്പാമ്പം കളിക്കാന്ന് പറഞ്ഞു പോയി. ആണോ? അങ്ങനെയല്ല, നിങ്ങളെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് ദൂരെ കളയാം. മനസ്സില്ല. ഒന്നെടുത്ത് കളഞ്ഞാ പോരെ? മനസ്സില്ല. പ്ലീസ് ഒന്ന് സഹകരിക്കുന്നു. എന്റെ മനസ്സിലൊന്നുമില്ല, പിന്നെ ഞാൻ എങ്ങനെ എടുത്ത് കളയും? അതുകൊണ്ട് മനസ്സില്ല. മനസ്സിലൊന്നുമില്ല. ഒന്നുമില്ല, എന്റെ മനസ്സിലൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അവിടെ ഇവിടെ നോക്കാതെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് എന്നിട്ട് നോക്കാൻ പറയും. അതല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. സൗകര്യമല്ല. നിനക്ക് എന്റെ കണ്ണിലോട്ട് നോക്കാമല്ലോ. നോക്ക്, ഞാൻ നോക്കും. ഇങ്ങോട്ട് നോക്ക്. കണ്ണുകൊണ്ട് കൊഞ്ഞണം കുത്തുന്നു. മതി 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 മതി. അതെ, ഞാനൊരു മസാജ് ചികിത്സയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. മസാല? അതെ, അല്ല മസാലയില്ല, മസാജ്. മസാജ്. ഇവിടെ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കണം. ഇവിടെ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കണം. ഇരിക്കണം. ഓക്കെ, ഇരിക്കാം. ഇരിക്കണം. ഞാനേ ഇങ്ങനെ, ഇതാണ് ഞങ്ങളുടെ മസാജ് തെറാപ്പി എന്ന് പറയും. എന്നിട്ട് ശുദ്ധസംഗീതം ആസ്വദിക്കുന്നതിനായി ഇതിങ്ങനെ പതിയെ വെക്കുന്നു. ബിസ്ക്കറ്റിങ് എന്നിട്ട് വെറുതെ നുണഞ്ഞിരിക്കാൻ വേണ്ടി ഇതൊരു ചോക്ലേറ്റ് ആണെന്ന് കരുതി വെച്ചോളൂ. അടിപൊളി. കൊക്ക് മീന് വിഴുകണ അതേ ആക്ഷൻ. ഓക്കെ ആയോ? ഐ തിങ്ക് ഹി ഈസ് നോർമൽ. പോയി സംസാരിച്ചോ. ചേട്ടാ, ചേട്ടാ, ദേ, ദേ, സതീഷിനോട് നമ്മുടെ വാടകയുടെ കാര്യം ചോദിക്കേട്ടാ. അതെങ്ങനെ പെങ്ങളെ നമ്മൾ സതീഷിനോട് വാടക ചോദിക്കും? ഞാൻ അവന് ശമ്പളം കൊടുത്തില്ലല്ലോ. ശമ്പളം കൊടുക്കാതെ ഞാൻ അവനോട് വാടക എങ്ങനെ ചോദിക്കും? അത് മര്യാദയല്ലല്ലോ. അണ്ണാ, വാടക വേണ്ടേ? എടാ സതീഷ, ഞാൻ നിനക്ക് ശമ്പളം തന്നില്ലല്ലോ. അപ്പൊ ഈ വാടകയും ശമ്പളവും കൂടെ അതിൽ ഞാൻ കുറവ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ട് അങ്ങോട്ട് തരാം, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് തന്നാ മതി. പോരെ? മുതലാളി, ശമ്പളം തരുവോ? ശമ്പളം ശമ്പളം വാടകയിൽ കുറവ് ചെയ്യാം. ഡോക്ടർ ആദ്യമായിട്ട് ഒരാളെ ചികിത്സിച്ച് സുഖമാക്കി. കേട്ടോ, ഈ ഓജസ്സും തേജസ്സുള്ള ഓമനക്കുട്ടനെ അതാരാന്ന് പറഞ്ഞത്? ഇനി കൊണ്ടുപോയി എവിടാന്ന് വെച്ചാ ബിവറേജിലോ ബാറിന്റെ മൂലാക്കി എവിടാന്ന് വെച്ചാ കൊണ്ടുപോയിക്കോ. സാധാരണ ഞങ്ങൾ ഈ പേഷ്യന്റിനെ അങ്ങോട്ട് കൊണ്ടുപോയാണ് ചികിത്സിക്കാറുള്ളത്. ഇതിപ്പോ ഇവിടെ വന്ന് ചികിത്സിച്ചോണ്ട് ഞങ്ങൾക്കൊരു 20,000 രൂപ. 25. എന്നാ 25,000 രൂപ ഫീസ് ഉണ്ടാക്കി തരണം. അതെ, പിന്നെ കുറച്ച് പൈസ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ പൈസ തരാം. അതെപ്പോ കിട്ടും? അത് 6 മാസത്തെ പൈസ 7 മാസം കഴിയുമ്പം 3 മാസം കഴിഞ്ഞിട്ടങ്ങ് തരും. അങ്ങനെ 6 മാസത്തെ പൈസ 7 മാസം കഴിയുമ്പം 3 മാസം കഴിയുമ്പോ അങ്ങ് തരും. ഡോക്ടറെ, ആ കടിച്ചു പിടിപ്പിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടോ കയ്യില്? ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്ക്. ഇത് നേരെ അവളെ വായിൽ വെച്ചു കൊടുക്ക്. എന്നിട്ട് ആ പാട്ട് കേൾപ്പിക്കുന്ന ആ യന്ത്രമില്ലേ, അതെടുത്ത് അവളെ തലയിൽ വെച്ചു കൊടുക്ക്. അപ്പൊ ഞങ്ങളുടെ പൈസ കിട്ടുമോ? അപ്പോഴേ കിട്ടൂ.